फिर से परमेश्वर के अति पवित्र नाम की महिमा हो। വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ നന്ദി പറയും. एक और बार आपके बीच में आने के लिए प्रभु ने मदद किया, इसलिए प्रभु को मैं धन्यवाद देता हूँ। കഴിഞ്ഞ ആഴ്ച എന്താണ് നമ്മൾ പഠിക്കുവാൻ വേണ്ടി ശ്രമിച്ചത്? पिछले हफ्ता हमने किस चीज के बारे में पढ़ने की कोशिश की? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള 11 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് അതിന്റെ തലേ ആഴ്ച പഠിച്ച വസ്ത്രം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് കൂടുതലായി ചിന്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയായിരുന്നു. कोलोसियों 3 का जो है उसमें से हमने कुछ वचनों को देखा और उसके पहले जो हमने पढ़ा था वस्त्र के बारे में, उसके बारे में और भी गहराई से कुछ चीजों को हम सीख रहे हैं, पढ़ रहे हैं. നമ്മൾ യേശു ക്രിസ്തുവിന്റെ വരവിൽ ആര് എടുക്കപ്പെടും എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. प्रभु यीशु मसीह के आगमन में कौन कौन लोग उठा लिए जाएंगे उसके बारे में हम पढ़ रहे हैं. നമ്മൾ ആദ്യം പറഞ്ഞു ജാഗ്രതയുള്ളവർ അല്ലെങ്കിൽ ഉണർവുള്ളവർക്ക് മാത്രമേ അവന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. सबसे पहले हमने देखा कि जो जागे हुए हैं वो लोग ही परमेश्वर के आगमन में उठा लिए जाएंगे. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത് അവൻ നൽകിയ വസ്ത്രം അല്ലെങ്കിൽ ആ വിവാഹ വസ്ത്രമുള്ളവന് മാത്രമേ അവന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. दूसरा हमने देखा कि जिनके पास जो परमेश्वर के द्वारा दिया गया वस्त्र है वो लोग ही परमेश्वर के आगमन में उठा लिए जाएंगे. ആ വസ്ത്രം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കുവാൻ കൊലോസ്യ ലേഖനത്തിൽ നിന്ന് നമ്മൾ ശ്രമിച്ചത്. वो वस्त्र क्या है, उसकी विशेषता क्या है, उसके बारे में कुछ चीजों को पिछले हफ्ता हमें सीखने के लिए प्रभु ने मदद किया. ആ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ഭാഗത്തിലേക്ക് കടന്നു പോകാം. उसी में से कुछ और चीजों को या बातों को देखने के बाद हम आगे की ओर जाएंगे. അതിന്റെ 1 മുതൽ 4 വരെ 3-ന്റെ 1 മുതൽ 4 വരെയുള്ള ഞാൻ പറഞ്ഞു ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അവിടെ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അവിടെ ഉറപ്പിച്ചു വെക്കണം. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുവാനിടയായി തീർന്നു. जैसे हमने कोलोसियों 3 के 1 से लेकर 4 में पढ़ा था कि हमारी जो खोज और हमारा ध्यान स्वर्गीय वस्तुओं की ओर, चीजों की ओर होना चाहिए और हमारा जीवन जो है मसीह के साथ जुड़ा हुआ है, ऐसा हमने पिछले क्लास में पढ़ा और सीखा. ഓക്കെ, 3-ാം വാക്യം ഒന്നുകൂടെ 3-ന്റെ 3 ഭാഗത്ത് നിൽക്കണം. ആ ഭാഗത്തുനിന്ന് 1-2 കാര്യങ്ങൾ പറയാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു ഹേമിച്ചത് കൊണ്ട് ഞാൻ 1-2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ഭാഗത്തേക്ക് പോകാം. അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: എന്തെന്നാൽ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നു, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. कोलोसियों 3 के 3 में जो लिखा है उस वचन में से कुछ चीजों को बताने के लिए परमेश्वर की आत्मा मुझे प्रेरणा देती है, इसलिए हम कुछ चीजों को देखने के बाद आगे जाएंगे. कोलोसियों 3 के 3 में लिखा हुआ है, क्योंकि तुम तो मर गए और तुम्हारा जीवन मसीह के साथ परमेश्वर में छिपा हुआ है. ശരിക്കും രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞതുണ്ട്, രക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ മാനസാന്തര അനുഭവത്തിലേക്ക് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. जैसे हमने पिछले क्लास में देखा, वास्तविक रूप में जब हम उद्धार पाते हैं या हमारे जीवन में एक परिवर्तन होता है तो हम व्यक्तिगत रूप में हम मर जाते हैं. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? किस लिए ऐसा कहा जाता है? കാരണം എനിക്ക് പിന്നെ ഞാൻ എന്ന വ്യക്തി, ഞാൻ എന്നുള്ള ഒരു ഭാവം, ഞാൻ എന്ന് പറയുവാൻ പോലും എനിക്ക് കഴിയത്തില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. क्योंकि उसके बाद मेरा जो व्यक्तिगत है, मेरा जो एक पर्सनालिटी है, उसके बारे में बोल नहीं पाता हूँ. കാരണം ഞാൻ എന്നെ മുഴുവനായിട്ട് ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. യേശുവിനെ എന്റെ നാഥനായി, എന്നെ കൺട്രോൾ ചെയ്യുന്നവനായി, എന്റെ എല്ലാമായി ഞാൻ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്.
क्योंकि उद्धार के बाद हम अपने आप को नहीं बल्कि मेरे बदले हम परमेश्वर प्रभु यीशु मसीह को हमारे जीवन साथी, हमारा सब कुछ मानकर हम अपने आप का कंट्रोल और हमारा सब कुछ उस प्रभु यीशु मसीह के हाथ में हम दे देते हैं। ആ നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുമ്പോൾ, പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ജീവൻ എന്ന് പറയുന്നത് ക്രിസ്തു തരുന്ന ജീവനാണ്. जब हम उद्धार पाने के बाद अपने आप को उतार डालते हैं, उसके बाद हमारे अंदर परमेश्वर की एक जीवन और आत्मा हमारे अंदर आ जाती है। ആ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മൾ നിക്കോദോസിന്റെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാണുന്നു, വീണ്ടും ജനനം എന്ന് പറയുന്നത് ഇതുവരെയുള്ളതിനെ എല്ലാം വിട്ടിട്ട് പുതിയൊരു ജീവൻ ഞാൻ സ്വീകരിക്കുകയാണ്, അത് ക്രിസ്തുവിന്റെ ജീവനാണ് എന്നാണ് നമ്മൾ കാണുന്നത്. नया जीवन या फिर उद्धार पाने का मतलब है कि हम फिर से परमेश्वर के उस जीवन को या आत्मा को पाकर एक नए जीवन को प्राप्त करते हैं। ആ ജീവൻ സ്വീകരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ജീവനിൽ നടന്നിരിക്കുമ്പോൾ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കുവാൻ പോലും കഴിയുന്നത്, ഞാൻ എന്ന വ്യക്തി അവിടെ അപ്രസക്തമാകുകയാണ്. जब हम परमेश्वर से उस नए जीवन को पा लेते हैं, फिर हमारा जो वास्तविक और व्यक्तिगत जो रूप है वो हमसे हट जाता है, दूर हो जाता है। നിങ്ങൾ മരിച്ചു. നിങ്ങളെ അതിനെ ഞാൻ കൂടുതലായി നമ്മുടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പിന്നീട് വരുന്ന അവസരങ്ങളിൽ ഞാൻ പറയാം. ഇത്രയും ചിന്തിക്കുക, നിങ്ങൾ മരിച്ചു. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ മരിച്ചിട്ട് ഞാൻ സ്വീകരിക്കുന്ന ജീവൻ ക്രിസ്തുവിന്റെ ജീവനാണ്. അതിന്റെ പുതുക്കത്തിൽ ആ ജീവനിൽ നടക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. बस एक ही बात हमें ध्यान देना है कि जब हम उद्धार पा लिए जाते हैं, उसके बाद हम व्यक्तिगत रूप में हम मर चुके होते हैं। उसके बाद जो हमारे अंदर जीवन होता है वो परमेश्वर के द्वारा दिया गया और परमेश्वर के साथ चलने वाली एक नई जीवन और आत्मा है। നമ്മുടെ ജീവൻ, അതായത് സ്വാഭാവികമായ നമ്മുടെ ആശ്വാസം അല്ലെ ആത്മീകമായ ജീവൻ, എന്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്ന ജീവൻ, ഇത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ऐसी जीवन जो मेरे आत्मिक जीवन को जगाती है, ऐसा एक जीवन जो प्रभु यीशु मसीह से मुझे मिल जाता है, वो हम उद्धार के बाद प्राप्त करते हैं। और यहाँ लिखा गया है उस जीवन में, उस मसीह यीशु में हम क्या हो जाते हैं, छिप जाते हैं। നാം ഇനിമേൽ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല, വിചാരപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്. वो बताती है कि हमें फिर दुनिया की बातों को या दुनिया की चीजों से हमें चिंता करने की जरूरत नहीं है। ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയത്. സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്നു. हम मसीह यीशु के साथ हम स्वर्ग में छिपे हुए हैं। സ്വർഗമെന്ന് ഞാൻ പറഞ്ഞ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ദൈവം ഇരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് പറയുന്നത് സ്വർഗത്തിലായിരിക്കുന്നു എന്ന്. നമ്മുടെ ജീവൻ സ്വർഗത്തിൽ, ക്രിസ്തു ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൈവം അല്ലെങ്കിൽ പുത്രൻ ഇവരിയ്ക്കുന്ന ആ ഒരു മണ്ഡലത്തെ നമ്മൾ സ്വർഗീയം എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവൻ സ്വർഗത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന്. स्वर्ग में छिपा हुआ है कहने का मतलब है जहां प्रभु यीशु मसीह वास करता है, जहां उनका महिमा है, उस जगह को मैं बताते हुए बोल रहा हूँ कि हमारा जीवन प्रभु यीशु मसीह के साथ छिपा हुआ है, स्वर्ग में छिपा हुआ है। സ്വർഗത്തിലുള്ള ദൈവമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു മണ്ഡലം, ജീവിതത്തിന്റെ ഒരു എന്തുവാ പറയുന്നത്, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ദൈവമായിരിക്കണം. हमारे जीवन का फिर पूरा जो कंट्रोल और हमारा सब कुछ उस मसीह स्वर्ग में जो वास करने वाला प्रभु यीशु मसीह होना चाहिए। ക്രിസ്തുവിനോട് കൂടെ നാം ദൈവത്തിൽ ജീവിക്കണം. प्रभु यीशु मसीह के साथ हमें परमेश्वर के साथ मिलकर जीना है। ഓക്കെ, ഞാൻ അതിനെ പിന്നീട് അവസരത്തിൽ വിശദീകരിക്കാം. എന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. उसके बाद कोलोसियों 3:4 में लिखा हुआ है कि जब मसीह जो हमारा जीवन है वो जब प्रकट होगा तो हम भी उसके साथ महिमा सहित प्रकट किए जाएंगे। എല്ലാവരും വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. നമ്മുടെ വിഷയം അത് തന്നെയാണ്. അവൻ വെളിപ്പെടുമ്പോൾ, അവന്റെ വരവ്, അതാണ് നമ്മുടെ വിഷയം. ഈ 4-ാം വാക്യത്തിൽ എഴുതുകയാണ്, നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. सब लोग प्रार्थना के साथ और ध्यान के साथ बैठिएगा
इस वचन में लिखा गया है कि हमारा जीवन जो कि मसीह है वो जब प्रकट होगा। ഓക്കെ, അതിപ്പോ ഒരു സംശയം അവിടെ നമുക്കുണ്ടാകാം. वहां हमें शायद एक डाउट हो सकता है। ഓക്കെ, നിങ്ങളുടെ ജീവൻ ഇപ്പോൾ എവിടെയാണ്? ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. हमारा जीवन अभी कहाँ है? हमारा जीवन मसीह में छिपा हुआ है। അവൻ ക്രിസ്തുവിൽ ആണ് നമ്മൾ ആയിരിക്കുന്നത്. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കാണത്തില്ല, ഞാൻ എന്റെ മുകളിൽ ഇരിക്കുന്നത് ക്രിസ്തുവാണ്. मसीह में छिपे हुए हैं, उसका मतलब कि अभी दूसरे लोग जब हमें देखते हैं तो हम नहीं बल्कि हमसे मसीह दिखता है। നമ്മൾ വലിയ മരത്തിന്റെ ഒക്കെ പുറകിൽ പോയി പമ്മിയിരിക്കുക, ഞങ്ങൾ കൊച്ചില് ഇവിടെ എന്തോ ആണ് ചുപ്പാ എന്തോ പറയുന്നത്, സാറ്റ് കളിക്കുന്നതൊക്കെ പറഞ്ഞു നമ്മൾ പോയി ഏതെങ്കിലും മരത്തിന്റെ മറയിൽ മറഞ്ഞിരിക്കും. മുമ്പിൽ മരം നിൽക്കുന്നത് കൊണ്ട് എന്നെ കാണുന്നില്ല. अगर एक उदाहरण सहित बोले तो जब हम छोटे में छिपन छिपाई खेलते थे तो अगर हम एक पेड़ के पीछे जाके छुपते हैं तो दूसरे लोग हमें नहीं देख पाते, क्योंकि हम किसके पीछे हैं? एक पेड़ के पीछे छिपे हुए हैं। ഈ മറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നു. ഇനി അതിന് പറ്റിയ ഒരു ഉദാഹരണം പെട്ടെന്ന് എനിക്ക് വരുന്നില്ല. മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ട് പക്ഷെ എന്നെ കാണത്തില്ല. छिपे हुए हैं उसका मतलब है कि मैं हूं लेकिन मैं प्रकट नहीं हूं, मैं दिखाई में नहीं पड़ रहा। എന്റെ മുകളിലോ എന്റെ ചുറ്റുമോ എന്നെ പൊതിഞ്ഞോ എന്തോ ഒരു ആവരണം നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. उसका मतलब है कि मुझे कवर करके या मुझे छिपा के कुछ चीज पड़ा हुआ है। നിങ്ങള് നമ്മളെ സബ്ജിയിൽ നമ്മുടെ കറികളിൽ നമ്മൾ ചെയ്യുന്ന ഉപ്പ് യൂസ് ചെയ്യുന്നവരാണ്. हम सब लोग हमारे करी सब में हम नमक यूज करते हैं। ഓക്കെ, നിങ്ങൾക്ക് കടയിൽ പോയി നമുക്ക് പാക്കറ്റ് മേടിച്ചുകൊണ്ട് വരാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ നമക്കുണ്ട്. हम सब दुकान में जाके नमक वगैरह खरीदते हैं। പക്ഷെ ഇത് കറിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ നമക്കിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഈ ഉപ്പിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? लेकिन जब हम सब्जी या करी में ये नमक डाल देते हैं तो उसके बाद हमें क्या नमक दिखाई पड़ता है? പക്ഷെ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പറയും ഇതിന് ഉപ്പില്ല, അല്ലെങ്കിൽ ഉപ്പ് കൂടുതലാണ്, കറക്റ്റ് പാകമായ ഉപ്പാണെന്ന് നമ്മൾ പറയും. लेकिन जब हम उसे खाते हैं तो हम ठीक से बताते हैं कि इसमें नमक कम है या ज्यादा है या नहीं करके। നമക്ക് എന്ത് ചെയ്യേ? पर वो नमक है कहाँ? നമുക്കുണ്ടോ? ഉണ്ട്. नमक है क्या? है, പക്ഷെ അതിനെ എനിക്ക് കാണാൻ പറ്റത്തില്ല. लेकिन उसे हम देख नहीं पाते। അതിന്റെ രുചി എനിക്ക് ആസ്വദിക്കാൻ പറ്റും. उसका स्वाद हम चख सकते हैं। അതിന്റെ എല്ലാ ഗുണങ്ങളും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. उसके नमक का हर गुण भी हम पहचान पाते हैं, പക്ഷെ അതിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. लेकिन हम उसे देख नहीं पाते। ഇതുപോലാണ് ഞാൻ ക്രിസ്തുവിൽ അങ്ങ് ലയിച്ചു ചേർന്ന് അങ്ങ് മറഞ്ഞിരിക്കുകയാണ്, എന്നെ പിന്നെ കാണാൻ പറ്റത്തില്ല. वैसे ही जब हम मसीह में घुल मिल जाते हैं तो हम दिखाई नहीं पड़ते। അല്ലെ? അങ്ങനെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറയും, മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉണ്ട്. അത് നിങ്ങളല്ല, നിങ്ങളിലൂടെ ജീവിക്കുന്ന ക്രിസ്തുവാണ് വെളിപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. वैसे ही मसीह में छिपना मतलब आप हैं लेकिन आप नहीं दिखाई पड़ रहे, आपके ऊपर मसीह दिखाई पड़ता है। അതാ ഞാൻ എന്റെ വസ്ത്രം എന്ന് പറയുന്നത് ഞാൻ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഞാൻ ധരിക്കുന്ന വസ്ത്രം ക്രിസ്തുവാണെന്നാണ് കൊലോസ്യർ പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ. कलीसिया में यही बताते हैं कि हमारा जो पुराना वस्त्र हम जब उतार डालते हैं उसके बाद जो हम नए वस्त्र डालते हैं वो मसीह है। 10ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 3:10 നിങ്ങളെ സൃഷ്ടിച്ചവന്റെ സ്വരൂപപ്രകാരം പൂർണ്ണ പരിജ്ഞാനത്തിങ്കലേക്ക് പുതുക്കപ്പെടുന്ന പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. वही कलीसियों 3:10 में लिखा हुआ है, और नए मनुष्यत्व को पहन लिया है जो अपने सृजनहार के स्वरूप के अनुसार ज्ञान प्राप्त करने के लिए नया बनता जाता है। ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. അതപ്പം 4ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. 4 में लिखा गया है कि जब मसीह प्रकट होता है तुम भी मसीह के साथ महिमा सहित प्रकट होंगे.
ഓക്കെ, നമ്മൾ കേന്ദ്രമായി ഈ യേശുക്രിസ്തുവിന്റെ വരവ് എന്നുള്ള വിഷയത്തോട് ഇത് ആദ്യം വായിച്ച വാക്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ചവൻ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നാം അവനോട് കൂടെ മേഘത്തിൽ എതിരേൽക്കാൻ എഴുന്നേൽക്കും, അല്ലെങ്കിൽ അവനോട് കൂടെ മേഘത്തിൽ എടുക്കപ്പെടും എന്നാണ് നമ്മൾ വായിച്ചത്. जब हम ये दूसरे आगमन के बारे में पढ़ रहे थे तो पहले हमने सीखा कि जब परमेश्वर बड़े शोर के साथ बड़े ही वो जो इंस्ट्रूमेंट सब बजाकर जब वो आते हैं तो मरे हुए लोग पहले जी उठेंगे, उसके बाद जो बचे हुए हैं वो प्रभु के साथ उठा लिए जाएंगे। നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാനൊരു കാര്യം ഞാൻ ഇടുകയാണ്. आपके चिंता के लिए मैं एक विषय को डालता हूँ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. इसे ही अपने ध्यान में रखते हुए ये 4थे वचन को एक बार पढ़िएगा. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. जब मसीह जो हमारा जीवन है वो जब प्रकट होगा तो तुम भी मसीह के साथ महिमा सहित प्रकट होंगे. അപ്പം പറയും ഇത് ഒന്നാമത്തെ വരവാണോ പിന്നെ അതിന്റെ മഹത്വ പ്രത്യക്ഷയാണോ എന്തൊക്കെയാണ്, അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ശരിക്കും ആരാണ് എടുക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അവനിൽ മറഞ്ഞിരിക്കുന്നവർക്ക് മാത്രമേ അവനോട് കൂടെ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. अगर आप पूछेंगे कि वास्तविक रूप में कौन उठा लिया जाएगा करके अगर आप पूछोगे तो जो मसीह में छिपे हुए हैं वो लोग उठा लिए जाएंगे. ഞാൻ ആദ്യം പറഞ്ഞു ഉണർന്നിരിക്കുന്നവർ ജാഗ്രതയുള്ളവർ എടുക്കപ്പെടും. पहले मैंने बताया जो जागे हुए हैं वो उठा लिए जाएंगे. രണ്ടാമത് പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ വസ്ത്രമെന്നെങ്കിൽ പറഞ്ഞെങ്കിലും അതിനെ ഇച്ചിരൂടെ നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ ഇത് നിങ്ങൾ എഴുതി വെക്കുക, അവനിൽ മറഞ്ഞിരിക്കുന്നവർക്ക് മാത്രമേ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. दूसरा हमने वस्त्र के बारे में सीखा देखा, लेकिन अगर हम उसी को गहराई में पढ़ेंगे तो जो मसीह में छिपे हुए हैं वो लोग उठा लिए जाएंगे. ഓക്കെ, അതിന്റെ അത് ഞാൻ പെട്ടെന്ന് 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. उसके 3 की 11 को हम पढ़ेंगे. അതിന്റെ ഏറ്റവും അവസാനം ഇങ്ങനെ പറഞ്ഞു, യവനനും യഹൂദനും പരിച്ഛേദനും അഗ്രചർമ്മവും ബർബരൻ ശകൻ നടിമ സ്വതന്ത്രൻ എന്നിവർ ഉണ്ടായിരിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ക്രിസ്തു അത്രേ എല്ലാവരുമാകുന്നു, എല്ലാവരിലും ആകുന്നു. उसके 11 में लिखा हुआ है कि उसमें ना तो यूनानी रहा, ना यहूदी, ना कतना रहित, ना जंगली, ना सकूती, ना दास और ना स्वतंत्र, केवल मसीह सब कुछ और सब में है. ക്രിസ്തു അത്രേ എല്ലാവരുമാകുന്നു. सिर्फ मसीह ही सब कुछ है. എല്ലാവരിലുമാകുന്നു और सब में है. सब में और सब कुछ. सब कुछ. ഇത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ये जो सब कुछ और सब में, इसे ये बहुत ही गहराई में पढ़ने का एक विषय है. പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ സ്ഥാപിക്കുന്നത്, നിങ്ങളുടെ ഒന്നുകൂടെ ഞാൻ അത് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ യേശുവിന്റെ പിന്നാലെ നടക്കുവാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഇല്ല എന്നുള്ള നഗ്ന സത്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. बच्चों, आप एक सच्चाई को जानना है कि अगर आपने प्रभु यीशु मसीह के साथ या उनके पीछे चलने का एक निर्णय ले लिया है तो फिर उसके बाद आप वास्तविक रूप में आप नहीं है, लेकिन मसीह आप में है. നിങ്ങളില്ല, പിന്നെ ഉള്ളത് ക്രിസ്തു മാത്രമാണ്. फिर आप नहीं है, आप मर चुके हैं, मसीह आप में है, दिखाई पड़ता है. ശരിക്കും നിങ്ങൾ അങ്ങനാണോ നടക്കുന്നത്? क्या सच्चाई में आप वैसे ही चलते हैं? ഇന്ന് രാത്രി നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഞാൻ എന്ന വ്യക്തി ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ചേ. ഞാൻ എന്ന വ്യക്തി ഉണ്ടോ, അതോ ഞാനല്ല യേശു ആണോ എന്നിൽ കൂടെ നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. आज रात एक बात सोचिए कि क्या मेरा जो मनुष्यत्व या मेरा जो वास्तविक रूप है, क्या मैं बनकर मैं बैठा हूँ या बैठी हूँ, या मसीह मुझ में है? ഞാൻ ബൈബിളിന്റെ ഏറ്റവും കാതലായ ഒരു ഭാഗം, ഏറ്റവും കേന്ദ്രമായ ഒരു വിഷയമാണിത്. പലപ്പോഴും നമ്മൾ ഇതിനെ അവഗണിച്ച് കളയുന്ന ഒരു വിഷയമാണിത്. ശരിക്കും
നമ്മൾ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് സ്നാനപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ പറയുമെങ്കിലും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളെ ഉരിഞ്ഞു കളയുകയാണ്. നിങ്ങളിൽ ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ടത്. ये जो है ये बहुत ही एक केंद्रिक विषय है कि जब हम उदार पा लिए जाते हैं तो उसके बाद हमारा जो पुराना वस्त्र हम उतार लिए जाते हैं, उसके बाद हम जो नया वस्त्र पहनते हैं वो हम नहीं बल्कि मसीह है। मसीह हमारे द्वारा दिखाई पड़ता है और मसीह को हम पहनते हैं। ഈ നയാവസ്ത്രം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പുതിയ വസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്തുവിനെ അങ്ങ് ധരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ക്രിസ്തുവിനെയാണ് നമ്മൾ ധരിക്കേണ്ടത്. ये जो नया वस्त्र हम बोलते हैं, इसका मतलब मसीह को हम ये नया वस्त्र जो है वो मसीह है और मसीह को हम पहनते हैं। യേശുവിനെ രക്ഷിക്കപ്പെടുമ്പോൾ എന്താ ചെയ്യുന്നത്? എന്നെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഞാൻ യേശുവിനെ ധരിക്കുകയാണ്. उदार पाने के बाद हम उदार पाने का मतलब क्या है? हम अपने पुराने वस्त्र को उतार डालकर हम मसीह को पहनते हैं। ഞാൻ എൻ്റെ തല മുതൽ പാദം വരെ മൂടുന്ന ക്രിസ്തുവിന്റെ ആ വസ്ത്രം, ക്രിസ്തുവാകുന്ന വസ്ത്രം ഞാൻ ധരിക്കുക. मेरे सिर से लेके पांव तक जो मुझे डुबा देती है, ऐसा एक वस्त्र को मैं पहनता हूँ। നിങ്ങളെ ആർക്കും കാണാൻ കഴിയത്തില്ല, जिसके द्वारा दूसरे लोग हमें नहीं देख पाते। നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോഴും എവിടെ ആയിരുന്നാലും ക്രിസ്തു മാത്രമേ പ്രകടമാകത്തുള്ളൂ. നിങ്ങളുടെ പ്രവൃത്തികളിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ എല്ലാ മേഖലകളിലും ക്രിസ്തു മാത്രമായിരിക്കും പ്രകടമാകുന്നത്. हम जब मसीह को पहन लिए जाते हैं, उसके बाद हम जहां भी जाते हैं, जहां भी रहते हैं, हमारे द्वारा मसीह प्रकट होता है, हम दिखाई नहीं पड़ते। അതാണ് ശരിക്കും അതിനകത്ത് ഈ ഒരു ഭാഗം നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആഴമായിട്ട് നമുക്ക് പഠിക്കാം. വേറൊരു ഭാഗത്തിലേക്ക് നമുക്ക് ഇന്ന് തന്നെ ചിന്ത കൊണ്ടുവരാം. 2 കൊരിന്ത്യർ 11 അധ്യായത്തിലേക്ക് വരണം. हम इसी के बारे में और भी गहराई में आगे चलते चलते हम पढ़ेंगे, लेकिन अभी हम दूसरे एक विषय की ओर चलेंगे। 2 कोरिन्थियों അതിന്റെ 11 അധ്യായം 11 का 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ, 1 से लेके 4 तक। രണ്ടാം വാക്യം ഇങ്ങനാണ്: എന്തെന്നാൽ ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ തീഷ്ണതയുള്ളവനാകുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക ഭർത്താവിന് നിങ്ങളെ നിർമ്മല കന്യകയായി മുൻനിർത്തുവാൻ വിവാഹ നിശ്ചയം ചെയ്തു. എന്നാൽ 3-ാം വാക്യം, സർപ്പം തന്റെ കൗശലത്താൽ ഹവ്വയെ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിനോടുള്ള ലാളിത്യത്തിലും നിർമ്മലതയിലും നിന്ന് ഏതെങ്കിലും വിധത്തിൽ ദുഷിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 4-ാം വാക്യം, ഒരുവൻ വന്ന് ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്ത വേറൊരു ആത്മാവിനെ, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷത്തെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ അവരെ നന്നായി സഹിക്കുന്നുവല്ലോ. 2 कोरिन्थियों 11 के 2 से लेके लिखा गया है, क्योंकि मैं तुम्हारे विषय में ईश्वरीय धुन लगाए रहता हूँ, इसलिए कि मैंने एक ही पुरुष से तुम्हारी बात लगाई है कि तुम्हें पवित्र कुंवारी के समान मसीह को सौंप दो। परंतु मैं डरता हूँ कि जैसे सांप ने अपनी चतुराई से हव्वा को बहकाया, वैसे ही तुम्हारे मन उस सीधाई और पवित्रता से जो मसीह के साथ होनी चाहिए कहीं भ्रष्ट ना किए जाए। यदि कोई तुम्हारे पास आकर किसी दूसरे यीशु का प्रचार करे जिसका प्रचार हमने नहीं किया, या कोई और आत्मा तुम्हें मिले जो पहले ना मिला था, या और कोई सुसमाचार सुनाई जिसे तुमने पहले ना माना था, तो तुम उसे सह लेते हो। പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. यहाँ पौलुस जो है वो बहुत ही शक्त रीति से एक प्रचार को देता है। വളരെ സരളമായി ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരും, അല്ലെങ്കിൽ സഭയോട് പറയുമ്പോൾ ഇത് ഇന്ന് വായിക്കുന്ന നമ്മളോടും പറയുകയാണ്, നിങ്ങളൊക്കെ ക്രിസ്തു എന്ന ഏക ഭർത്താവിന് നിർമ്മല കന്യകയായി മുൻനിർത്തുവാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. इधर लिखा गया है कि आप लोग सब एक ही पुरुष के साथ विवाह के लिए
नीचे किए गए लोग हो। അല്ലെ? നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. हम सबका जो है एंगेजमेंट हो चुका है। നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ, ഞാൻ എന്നെ വിശദീകരിക്കാം. എൻഗേജ്മെന്റ് നിങ്ങൾ ഓർക്കുമ്പോൾ പെട്ടെന്ന് കല്യാണം കഴിക്കാതെ അയ്യോ എന്റെ കല്യാണം കഴിഞ്ഞ, അങ്ങനല്ല. നിങ്ങൾ എന്ന യേശുവിനെ നാഥനായി സ്വീകരിക്കുന്നു, ആ സമയം അവനുമായുള്ള വിവാഹത്തിന് വേണ്ടിയുള്ള കരാറിൽ ഞാൻ ഒപ്പുവെക്കുകയാണ്. जब से आप लोग ये निर्णय लेते हो कि मैं प्रभु यीशु मसीह के साथ चलने वाला हूँ, मैं उद्धार पा चुका हूँ करके, तब से आप प्रभु यीशु मसीह के साथ एक एंगेजमेंट, एक संबंध को बना चुके हो। ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. अब तक शादी तो नहीं हुआ है। അതാണ് നമ്മുടെ വിഷയം. അവന്റെ വരവിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നീടാണ് നമ്മുടെ വിവാഹങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു അവന്റുമായുള്ള വിവാഹ കരാറ്, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു എന്താ പറയുന്നത്, കരാറ്, ഒരു എൻഗേജ്മെന്റ് മാത്രം കഴിഞ്ഞു നിൽക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. हमारा विवाह कब होता है? जब प्रभु यीशु मसीह बादलों में आकर हमें उठा लिए जाते हैं, तब हमारा उनके साथ विवाह हो जाता है। लेकिन अभी हमारा जो जीवन है वो परमेश्वर के उस संबंध में, हम परमेश्वर के साथ एक निश्चय करके उनके साथ चलने का एक संबंध हमने लिखे दिया हुआ है। ആ ഒരുവന് വേണ്ടി നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, ഇനി നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത് ആ ഒരു പുരുഷനാണ്. अभी आपका जो है वो एंगेजमेंट प्रभु यीशु मसीह के साथ हो चुका है। अभी आपको क्या करना है? विवाह करना है। അവനെ മാത്രമേ നിങ്ങളുടെ ഭർത്താവായി സ്വീകരിക്കുവാൻ കഴിയത്തുള്ളൂ. आप उसी को आपके एक पुरुष या पति समान आप मान सकते हो। നിങ്ങളുടെ ചിന്തകളിൽ എപ്പോഴും അവനായിരിക്കണം ഉണ്ടാകേണ്ടത്. आपके हर एक सोच विचार में केवल और केवल वही एक पुरुष होना चाहिए। ആ യേശു മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ ഊണില്, നിങ്ങളുടെ ഉറക്കത്തില്, നിങ്ങളുടെ എല്ലാ മേഖലകളിലും ആ മണവാളൻ മാത്രമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. आपके हर एक सोच विचार में, आपके कामों में, आपके हर एक चीजों में केवल वही एक दुल्हे का याद होना चाहिए। ഞാൻ വളരെ പെട്ടെന്ന് അതിനെ പറഞ്ഞു വിടുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന, എനിക്ക് തോന്നുന്നു നിങ്ങളോട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒരിക്കൽ സംസാരിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതാണ് നമ്മുടെ കേന്ദ്രമായ വിഷയം. സർപ്പം തന്റെ കൗശലത്താൽ ഹൗവായെ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിനോടുള്ള ലാളിത്യത്തിലും അല്ലെങ്കിൽ ഏകാഗ്രതയിലും നിർമ്മലതയിലും നിന്നും ഏതെങ്കിലും വിധത്തിൽ ദുഷിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. जिस प्रकार 11:3 में लिखा गया है कि जैसे सांप ने अपनी चतुराई से हव्वा को बहकाया, वैसे ही तुम्हारे मन उस सीधाई और पवित्रता से जो मसीह के साथ है कहीं भ्रष्ट ना किए जाए, उसी को मैं डरता हूँ। കുഞ്ഞുങ്ങളെ, ഇതാണ് വിഷയം. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയുള്ള യാത്ര തുടരുകയാണ്. ക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ളവരാണ്. പക്ഷേ നിങ്ങളുടെ ചുറ്റിലും സർപ്പം, പഴയ പാമ്പ് നിങ്ങളെ അതിൽ നിന്ന്, അവനുമായുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. वही यहाँ बताते हैं कि आप लोग प्रभु यीशु मसीह के साथ एक यात्रा को आरंभ करने के लिए आपने तय कर लिया है। आप प्रभु यीशु मसीह के साथ रहने के लिए, जीने के लिए केवल और केवल एक ही पुरुष के साथ आगे जाने के लिए आप लोग ने एक निर्णय ले लिया है। लेकिन जो शैतान सांप जो है वो अपनी चतुराई से आप लोग को कहीं फंसा ना ले या आपको उस रास्ते से हटा ना ले। ഏദൻ തോട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? एदन के उस बगीचे में क्या हुआ था? ദൈവം എന്നും വരുമായിരുന്നു. ആദാമും ഹവ്വായും എല്ലാ ദിവസവും വൈകിട്ട് ദൈവം ഇറങ്ങി അവർ ഒന്നിച്ച് നടന്നുകൊണ്ടിരുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ നടന്നുകൊണ്ടിരുന്നവരായിരുന്നു. हर एक दिन प्रभु जो है उनसे बातें करता था। वो लोग एक साथ उधर चलते थे, फिरते थे, सब करते थे। പക്ഷേ പിശാച് അവനെ ആ ബന്ധം തകർക്കുവാൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. लेकिन शैतान ने क्या किया? उनके उस संबंध को, उनका जो बंधन है उसे तोड़ने के लिए बहुत ही परिश्रम किया। അവൻ തക്ക അവസരം കിട്ടിയപ്പോൾ ഹവ്വായെ അവനെ തനിച്ച് കിട്ടുവാനിടയായി തീർന്നു. ദൈവം വിലക്കി വെച്ചിരുന്ന ആ ഫലം അത് അവൾ പറിച്ചു തിന്നുവാനിടയായി തീർന്നു. जैसे ही उसे एक अवसर मिला, उसने हव्वा के द्वारा क्या किया? चतुराई के साथ उन्हें उस जाल में फंसाने की कोशिश की। അവളുടെ ഉള്ളിൽ സംശയങ്ങളും പല ചിന്തകളും ഇട്ടുകൊണ്ട് ഉപായത്താൽ, കൗശലത്താലാണ് അവനെ തകർത്ത് കളഞ്ഞത്.
शैतान ने हवा को क्या किया, बहुत प्रकार की चिंता और शक, ऐसी बहुत सी बातों को डालकर उसे बहुत ही चतुराई के साथ अपने जाल में फंसा दिया। ഓ നീ ദൈവം പറഞ്ഞു ഇത് കഴിക്കുന്ന നാളിൽ നീ മരിക്കും. प्रभु ने बोला था कि जब तू इसे खाएगी तू मर जाएगी करके। പക്ഷെ അവൻ സാത്താൻ വന്ന് പറഞ്ഞു ഒരിക്കലും മരിക്കത്തില്ല, ദൈവം ചുമ്മാ പറയുന്നതാണ്, ദൈവം കള്ളം പറയുന്നതാണ്, നിങ്ങൾ മരിക്കത്തില്ല, ശരിക്കും കണ്ണു തുറക്കത്തേ ഉള്ളൂ എന്നാണ് സാത്താൻ പറയുന്നത്. लेकिन शैतान ने क्या बोला कि आप लोग नहीं मरोगे, आप लोग को कुछ नहीं होगा, केवल आप लोग की आंखें खुल जाएगी करके। അവര് മരിച്ചോ ശരിക്കും? क्या वो लोग मर गए थे वास्तव में? അവിടെ നമ്മൾ വായിക്കുമ്പോൾ പാപം എന്ന് പോലും പദമില്ല, മരണം എന്നുള്ള പദമാണ് ശരിക്കും നമുക്ക് അവിടെ വായിച്ചറിയുവാൻ കഴിയുന്നത്. जब हम उस चैप्टर्स को पढ़ते हैं तो उधर पाप का शब्द नहीं, मर चुके हैं ऐसा शब्द वहां लिखा गया है, प्रयोग किया गया है। ശരിക്കും പറഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. सच बोले तो उधर प्रभु के साथ जो उनका संबंध है वो नष्ट हो चुका था। അതായത് എന്നും ദൈവവുമായിട്ട് സംസാരിക്കാം, ദൈവത്തോട് ചേർന്ന് നടക്കാം, അവന്റെ ഒപ്പം നടക്കാം എന്നുള്ള അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു ഈ ഫലം കഴിച്ചതുകൊണ്ട്. ये फल खाने के कारण क्या हो गया था, जो रोज परमेश्वर के साथ चलते फिरते थे, उनके साथ जो एक गहरा संबंध था वो वहां उनको नष्ट हो चुका था। അവര് ശരിക്കും പിശാച് പറഞ്ഞു തന്നെയാണ്, അവരുടെ കണ്ണു തുറന്നു, അന്നപ്പോഴാണ് അയ്യോ അവര് നഗ്നരാണെന്നുള്ള കാര്യം അവർക്ക് ഓർമ്മ വന്ന, അല്ലെങ്കിൽ അത് തിരിച്ചറിയുവാനിടയായി തീർന്നത്. शैतान ने जैसे बोला था कि उनकी आंखें खुल गई और वो लोग क्या उनको क्या पहचान हुआ कि वो लोग नंगे हैं करके। ശരിക്കും അവര് അതിനു മുമ്പ് നഗ്നരല്ലായിരുന്നോ? क्या वो लोग उसके पहले नंगे नहीं थे? ആയിരുന്നു. वो थे, പക്ഷേ അവർക്കത് തിരിച്ചറിയാൻ കഴിയത്തില്ലായിരുന്നു. लेकिन वो उसे पहचान नहीं पाते थे। എന്തോ ആയിരിക്കും കാരണം? किस वजह से वो लोग पहचान नहीं पाते थे? പക്ഷെ നമ്മൾ ഇന്ന് വായിച്ചതുപോലെ ഈ മറഞ്ഞിരിക്കുക എന്ന് നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞു, ക്രിസ്തു എന്റെ മുകളിൽ വന്നിരിക്കുന്നത് പോലെ ശരിക്കും അവര് ദൈവത്തിന്റെ തേജസ്സിൽ അല്ലെങ്കിൽ അവന്റെ ആ ഒരു മഹിമയിലായിരുന്നു വാഴുന്നത്. അതുകൊണ്ട് അവനെ അത് തിരിച്ചറിയുവാൻ കഴിയാതായി പോവുകയായിരുന്നു. किस कारण वो लोग पहचान नहीं पाते थे? जैसे हमने आज कोलोसियों के उस किताब में पढ़ा, प्रभु की एक महिमा उनके ऊपर ऐसी छाई हुई थी, उस कारण वो लोग उस नंगेपन को पहचान नहीं पाते थे। അവര് ദൈവമായിട്ടുള്ള ആ ബന്ധം, കണക്ഷൻ കളഞ്ഞപ്പോൾ അവര് സ്വയം തിരിച്ചറിയുകയാണ്, ഞാൻ മരിച്ചു, അതായത് ഞാൻ നഗ്നനാണെന്ന് എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. എന്റെ മുകളിലുണ്ടായിരുന്ന ശരിക്കും എന്നെ തിരിച്ചറിയാതെ വേണം ഇരുന്നിരുന്ന എന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള തിരിച്ചറിവാണ് അവർക്കുണ്ടായത്. जब वो लोग ने वो शैतान के उस जाल में वो फंस गए थे और वो पाप कर चुके थे, तब क्या हो गया था, वो लोगों का प्रभु के साथ जो संबंध था वो नष्ट हो गया। उसके बाद उनको पहचान हुआ कि वो नंगे हैं, उनके ऊपर जो एक चादर, महिमा की एक चादर जो बिछाई गई थी या नया वस्त्र जो उन्होंने पहन लिया था वो उनसे नष्ट हो गया और वो लोग अपने आप को पहचानने लगे। ശരിക്കും അതുകൊണ്ടല്ലേ അവർ ഓടി അത്തിയില കൊണ്ട് അവര് വസ്ത്രം പണിയുവാൻ അല്ലെങ്കിൽ വസ്ത്രം തുന്നുവാൻ വേണ്ടി ശ്രമിച്ചത്. इसीलिए वो दौड़ के जाके पत्तों से अपने वस्त्र बनाने के लिए गए थे। ശരിക്കും കുഞ്ഞുങ്ങളെ, ഞാൻ ഇതിന്റെ വലിയ ദൈവശാസ്ത്ര തിയോളജിയോ അല്ല, നിങ്ങൾ നമ്മൾ കൊലോസ്യ ലേഖനം വായിച്ചതിനോടുള്ള ബന്ധത്തിൽ വലിയൊരു വായിക്കാനും ഇതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. അതിനോട് ചേർന്ന് നമ്മൾ പറയാം, ഇതാണ് ശരിക്കും രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ള വാക്യത്തിൽ വരുന്നത്. ഏതെനിൽ നഷ്ടപ്പെടുത്തത് ഞാൻ ദൈവത്തെ എന്റെ നാഥനായി സ്വീകരിക്കുമ്പോൾ എനിക്ക് മടങ്ങി വരുന്ന എന്റെ മുകളിലുള്ളിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്നതായിരുന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. जैसे हमने कोलोसियों की किताब में पढ़ा कि हम मसीह में छिपे हुए हैं, जब हम उद्धार पाते हैं तो एक नया वस्त्र हम में आ जाता है या नया एक चादर हम में आ जाते हैं जिसके अंदर हम छिप जाते हैं। उसी को हम जो उत्पत्ति की किताब में भी हम पढ़ सकते हैं। ഏതെനിൽ പാപം ചെയ്യുന്നതിന് മുമ്പേ അവരുണ്ടായിരുന്ന, അവർക്ക് നിങ്ങൾ എന്ത് വസ്ത്രമാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് അത് പറഞ്ഞു. ആ വസ്ത്രം തന്നെയായിരിക്കും ഞാൻ യേശുവിൽ മറഞ്ഞിരിക്കുമ്പോഴും ഞാൻ അനുഭവിക്കുന്ന, ഞാൻ എന്റെ മുകളിൽ ഇരിക്കുന്ന വസ്ത്രം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. एदन के बगीचे में वो लोग पाप करने से पहले उनके ऊपर जो वस्त्र था, उन्होंने जो
कौन सा वस्त्र या चादर पहना हुआ था, वही वस्त्र हमारे ऊपर भी, हम उद्धार पाने के बाद हमारे ऊपर भी आ जाता है, हम उसी को पहनकर चलते हैं। എന്നിട്ട് പറയുവാണ്, ഇവിടെ കൊരിന്ത്യർ പറയാണ്, സർപ്പം ഇപ്പോഴും നിങ്ങളോട് പുറകെ നടക്കുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. നിങ്ങളുടെ മുകളിൽ ഏദനിൽ ആദാമും ഹവ്വായും എങ്ങനെയായിരുന്നു, ഇപ്പോൾ നിങ്ങൾ അതുപോലാണ്. പക്ഷെ സർപ്പം വന്ന് അത് കളയാൻ വേണ്ടി പല ഉപായങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഇട്ടുതരും. इधर कोरिन्थियों की किताब में वैसे ही लिखा है कि आप लोग अभी जिस प्रकार पाप करने से पहले आदम और हव्वा प्रभु यीशु मसीह के साथ उस गहरे संबंध में उस नए वस्त्र और चादर को पहने हुए वो लोग महिमा में चलते थे, वैसे ही आप लोग अभी हैं प्रभु यीशु मसीह के साथ उस संबंध में, उस नए वस्त्र के साथ हैं। लेकिन जिस प्रकार उनके संबंध को तोड़ने के लिए शैतान ने, सांप ने चतुराई से काम किया, वैसे ही शैतान आज आप लोगों के पीछे भी पड़ा है। അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിചാരങ്ങൾ ക്രിസ്തുവിനോടുള്ള ലാളിത്യത്തിലും നിർമ്മലതയിലും ഏതെങ്കിലും വിധത്തിൽ ദുഷിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. इधर इसलिए लिखा है कि मैं इस बात का चिंता करता हूँ कि तुम्हारा जो मसीह यीशु में जो सीधाई और पवित्रताई के साथ जो आप लोग चलते हैं, उसमें किसी प्रकार की भ्रष्ट या नष्ट हो जाए, ऐसा मैं चिंता करता हूँ। നിങ്ങൾ തെറ്റിപ്പോകാനുള്ള ഏറ്റവും വലിയ മേഖല നിങ്ങളുടെ ചിന്തകളാണ്. സംശയങ്ങൾ ജനിപ്പിക്കുക, നിങ്ങൾക്ക് പലവിധമായുള്ള ചിന്തകളെ ഇട്ട് തരികയാണ് പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ കൗശലം എന്ന് പറയുന്നത്. शैतान जो सबसे बड़ा एक चतुराई है, उसका सबसे बड़ा एक जाल होता है, चिंता के साथ बहुत प्रकार की चिंताओं को डालकर हमें प्रभु यीशु मसीह से अलग करना या गलत रास्ते में ले जाना। അതായത് ക്രിസ്തുവിനോടുള്ള ലാളിത്യം, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിൽ നടക്കേണ്ട നിങ്ങൾ പലവിധമായ ചിന്തകൾ തന്നിട്ട് അതിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. जो हमें प्रभु यीशु मसीह के साथ एक पवित्र और सीधापन के साथ, उस पवित्र बंधन के साथ चलना है, उस जगह में फिर शैतान क्या करता है, अलग अलग किस्म की चिंताओं को और सोच को डालकर हमें उस संबंध से, उस रास्ते से हटाने की कोशिश करता है। ഏതൊക്കെ കൗശലം, ഏതൊക്കെ ചിന്തകളാണെന്ന് 4-ാം വാക്യത്തിൽ നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. किस किस प्रकार की चिंता को डालता है, वो 11 के 4 में अगर हम पढ़े तो हम देख सकते हैं। ഈ പൗലോസ് പറയാണ്, നിങ്ങളുടെ മുകളില് ഒരുവൻ വന്ന് പൗലോസ് പറയാണ്, ഞാൻ പ്രസംഗിച്ചിട്ടില്ലാത്ത വേറൊരു യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. इधर पौलुस बताता है कि मैंने जो प्रचार, जिस मसीह के बारे में प्रचार किया है, उसके अलावा दूसरे कोई मसीह को आपके सामने प्रकट करने की कोशिश करेगा। നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവിനെയല്ല, വേറൊരു ആത്മാവിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്ന കൗശലത്തോടെ പല കാര്യങ്ങളും പറയാനിടയുണ്ട്. शैतान क्या कर सकता है, जो आत्मा आपने भी पाया है उस आत्मा नहीं, बल्कि दूसरे एक आत्मा के बारे में आपके सामने आकर प्रचार कर सकता है। എന്നിട്ട് പറയാണ്, നിങ്ങൾ കേൾക്കാത്ത വേറൊരു സുവിശേഷത്തെ കുറിച്ച് അവൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് അവതരിപ്പിക്കും. और इधर बताया है कि ऐसी सुसमाचार जो अब तक आपने सुनी नहीं है या मैंने प्रचार नहीं किया है, उसके बारे में आपके सामने ला सकता है। അപ്പൊ പിശാച് കൊണ്ടുവരുന്ന കൗശലം എന്താണ്, ഉപായം എന്താണ്? शैतान किस किस चतुराई से आप लोगों के सामने आ सकता है? വേറൊരു യേശുവിനെ, വേറൊരു ആത്മാവിനെ, വേറൊരു സുവിശേഷത്തെ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. वो दूसरी एक यीशु को, दूसरी एक आत्मा को या दूसरी एक सुसमाचार को आपके सामने लेके आ सकता है। ഞാൻ നിങ്ങളെ ഒത്തിരി കൺഫ്യൂഷൻ ആക്കില്ല. അപ്പൊ ഇതെന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. आप लोग शायद सोच सकते हैं कि ये क्या हो सकता है, किस प्रकार का हो सकता है। നിങ്ങളെ യൂട്യൂബിലും നിങ്ങളുടെ ഫേസ്ബുക്കിലും നിങ്ങളുടെ ചിലപ്പോൾ ആസ്പടോസിലുള്ള പല ചർച്ചകളിലും പലരും പേര് കേൾക്കാനൊക്കെ യേശുവാണ്, ചർച്ചാണെന്നൊക്കെ കേൾക്കും. പക്ഷെ അവിടൊക്കെ നടക്കുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കട്ടെ ഇരിക്കുന്നു. जैसे हम YouTube में या Facebook में अलग अलग वीडियोस में देख सकते हैं, नाम शायद मसीह का कलीसिया और नाम में शायद मसीह हम देख सकते हैं, लेकिन उनका जो प्रचार होता है, सुसमाचार होता है, वो सीधा सही रीति का शिक्षा है या नहीं, वो हमें समझना है। ഇത് വളരെയധികം കൗശലമാണ് പിശാച് ഇവിടെ ഉപയോഗിക്കുന്നത്.
शैतान बहुत एक चतुराई के साथ इधर काम करता है। നമ്മൾ പോലും അറിയത്തില്ല എന്താണ് ദുരുപദേശം, എന്താണ് ഇതിന്റെ അകത്ത് തെറ്റെന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. कभी कभी हम भी समझ नहीं पाते, पहचान नहीं पाते कि इसके अंदर कौन सी गलत शिक्षा ये लोग प्रकट कर रहे हैं या बता रहे हैं करके। വേറൊരു യേശുവിനെ പ്രസന്റ് ചെയ്യും. യേശു പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ, യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ, തിരുവചനം വെളിപ്പെടുത്തിയിരിക്കുന്ന യേശുവിന് വിപരീതമായ യേശുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കാൻ സാധ്യതകളുണ്ട്. वो लोग एक अलग यीशु को प्रकट करते हैं, जो ऐसी यीशु जिसने अब तक जिसके बारे में हमने सुना नहीं है, उनके शिक्षा से अलग, उनके जीवन से अलग व्यत्यस्त रूप के एक यीशु को हमारे सामने वो लोग प्रकट करते हैं। പരിശുദ്ധാത്മാവ് എന്ന പേരിൽ പല പ്രകടനങ്ങളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ പല പല കാര്യങ്ങൾ കാണാം. ഇതിനൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഇത് പിശാച് കൊണ്ടുവരുന്ന കൗശലങ്ങളാണ്. आप लोग अलग अलग वीडियोस देख सकते हैं कि अब तक हमने देखा नहीं है, ऐसे बहुत अजीब तरीके से एक अलग आत्मा के द्वारा कुछ कुछ काम को किए गए हुए हम लोग देख सकते हैं। കുഞ്ഞുങ്ങളെ, ആത്മാവ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണോ നിങ്ങൾ? क्या आप लोग पवित्र आत्मा को पाए हुए लोग हैं? ആണോ? हैं? പരിശുദ്ധാത്മാവിനെ എന്തിനാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? आपको पवित्र आत्मा क्यों दिया गया है? നിങ്ങൾക്ക് സഹായത്തിനല്ലേ? आपके एक सहायक रूप से। അത് വലിയൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ വിരുദ്ധമായി ഇപ്പോൾ ഞാൻ ഈ പ്രസന്റ് സമയത്തിൽ പല പല നിങ്ങൾക്ക് കാണാൻ കഴിയും. ആത്മാവെന്ന പേരിൽ നടക്കുന്ന പല പ്രകടനങ്ങളും പല രീതികളും പിശാച് കൊണ്ടുവരുന്ന കൗശലങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. आजकल के इस दिनों में जो चलता है, गलत शिक्षाएं, अलग अलग प्रकार की जो वीडियोस और लोग करते हैं, अलग अलग किस्म के शिक्षा वगैरह देते हैं, ये सब एक दूसरी आत्मा और यीशु को वो लोग प्रकट करते हैं। കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്ത് കേൾക്കുന്നതിന് കുഴപ്പമില്ല. കേൾക്കുന്നത് തിരുവചനത്തിൽ ഇതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, എവിടെങ്കിലും ഇങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. आप लोग जब ऐसी बातों को सुनते हैं तो आप लोगों को एक बात सोचना है कि वो वचन में लिखा गया है कि वचन के आधार पे है या नहीं, ऐसे जांचने की जरूरत है। ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പൗലോസിനെ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു, ശ്രേഷ്ഠന്മാരായിരുന്നു ബെരോവയിലുള്ള ആൾക്കാർ. അതായത് പൗലോസ് വന്ന് പ്രസംഗിച്ചതും അത് അങ്ങനെ തന്നെയെന്ന് അവര് തിരുവചനങ്ങളെ ദിനം പ്രതി പരിശോധിച്ചു വന്നിരുന്നു. जिस प्रकार वचन में बताया गया है कि थिस्सलुनीकियों से ज्यादा बेरोकियों के लोग जो हैं वो बहुत ही समझदार और होशियार थे, ऐसा करके पौलुस ने वचन में लिखा गया है। ഇതുകൂടെ പറയണം, പൗലോസ് വന്ന് പ്രസംഗിച്ചത്, പൗലോസ് ആരാ? ഈ ലേഖനങ്ങളെ പൗലോസ് പ്രസംഗിച്ചത് പോലും അങ്ങനെ തന്നെയാണോ എന്ന് അവര് എന്നും തിരുവചനത്തിന് മുമ്പിൽ ഇന്ന് പരിശോധിച്ചു പോരുന്നു. वो लोग इतने होशियार और समझदार थे कि वो जब पौलुस आके उनके आगे सुसमाचार प्रचार करता था तो वो वचन के आधार पे है या नहीं, दिन प्रतिदिन वो लोग उसे जांचते थे। ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് കേട്ടാലും, ഇപ്പൊ ഞാൻ പറയുന്നത് പോലും, നിങ്ങളുടെ ബ്ലസ്സഡ് ഭാഷ പോലെ നമ്മൾ ആര് പറഞ്ഞാലും അതിന് അടിസ്ഥാനമുണ്ടോ എന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനത്തെ നോക്കി മനസ്സിലാക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്, ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. मैं यही बताना चाहता हूँ कि आपके सामने कोई भी आके प्रचार करे, वो चाहे मैं हूँ, ब्लेसन पास्टर हो या कोई भी प्रभु के दास हो, आपके सामने आके कोई भी वचन को बताते हैं, प्रचार करते हैं, तो वो क्या वास्तविक रूप से वचन के आधार पे है या नहीं, ऐसे जांचने की जिम्मेदारी आपको है। നിങ്ങൾ ഏത് കാര്യം കേട്ടാലും അതിന്റെ കീ എന്ന് പറയുന്നത്, അതിന്റെ എന്താ നമ്മൾ പറയുന്നത്, ചില ഗൈഡ്, അത് ഇതിന്റെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പാസ്റ്റർ ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. പാസ്റ്ററിന്റെ വോയിസ് കട്ടായി ഇടയ്ക്ക്. കേൾക്കാവോ? ഇപ്പൊ പറയുന്നത് കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് വന്നെന്ന് പറഞ്ഞാലും റൂട്ട് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഗൈഡ്. आपके सामने कुछ भी बताया जाए या प्रचार किया जाए, आपका जो जड़ जो है वो आपके सामने रखा गया, ये वचन है, आधार है.
എന്ത് പറഞ്ഞാലും ഇതിന്റെ അകത്തുണ്ടോ എന്ന് നോക്കുക. जो भी आपको सिखाया जाए बताया जाए वो वचन में है कि नहीं जांचना है। അപ്പം സർപ്പം ഹവ്വായെ ഉപായത്തെ ചതിച്ചതുപോലെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന നിങ്ങൾ, ഏദൻ തോട്ടത്തിൽ അവരെങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കുന്ന നിങ്ങളെ അതിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി, നിങ്ങളെ നഗ്നനാക്കുവാൻ വേണ്ടി, യേശുവുമായുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി വേറൊരു യേശുവുമായി, വേറൊരു സുവിശേഷവുമായി, വേറൊരു ആത്മാവുമായി പിശാച് നിങ്ങളെ സമീപിക്കും. जिस प्रकार सांप ने हवा और आदम को चतुराई से फंसाया, वैसे ही अभी जो पाप करने से पहले आदम और हवा जिस महिमा में और जिस पवित्र में जिस चादर के साथ बंधे हुए थे, उस अवस्था में हम लोग हैं अभी। लेकिन शैतान क्या करने की कोशिश कर रहा है, हमें जिस प्रकार उस आदम और हवा को चतुराई के साथ फंसाने की कोशिश किया, वैसे ही हमें गलत शिक्षा देकर, गलत यीशु के बारे में प्रकट कर कर, गलत सुसमाचार और प्रचार हमारे सामने, गलत आत्मा को हमारे सामने रखते हुए हमें फंसाने की कोशिश करता है। ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന്, നിർമ്മലതയിൽ നിന്ന് തെറ്റിക്കുന്നതിന് വേണ്ടി. प्रभु यीशु मसीह के साथ हमारा जो सीधापन है और पवित्रता है, उससे हमें हटाने के लिए शैतान कोशिश करता है। ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. इसे हमें पहचानने की जरूरत है। യേശുവിന്റെ വരവിൽ ആരെടുക്കപ്പെടും? അവന്റെ നിർമ്മലതയിൽ അവനോടൊപ്പമായിരിക്കുന്ന, അവന്റെ നിർമ്മലത വിട്ടുകളയാത്തവർക്ക് മാത്രമേ അവനോട് കൂടെ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. प्रभु यीशु मसीह के आगमन में कौन उठा लिए जाएगा? जो अब बहुत ही निर्मल के साथ अपने पवित्रता को बनाए रखते हैं, वो उठा लिए जाएंगे। ലാളിത്യത്തിൽ, ഏകാഗ്രതയിൽ, അവനുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ ജീവിക്കുന്നതിന് മാത്രമേ അവന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. जो पूरे सीधाई के साथ, पवित्रता के साथ और उन्हीं के साथ एक गहरे संबंध में जो बने हैं, वो ही उठा लिए जाएंगे। അപ്പൊ നമ്മള് ആദ്യം തൊട്ട് ഞാൻ വലിയ വിശദീകരിക്കേണ്ടതാണ്. ആ പോയിന്റ് മാത്രം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന്, ഉണർന്നിരിക്കുന്നവൾ അല്ലെങ്കിൽ ഏകാഗ്രതയുള്ളവൻ അവന്റെ വരവിൽ എടുക്കപ്പെടും. पहला जो है, जो जगे हुए हैं वो लोग उठा लिए जाएंगे। രണ്ട്, അവനിൽ മറഞ്ഞിരിക്കുന്നവർ മാത്രമേ അവന്റെ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. दूसरा, जो उसके साथ छिपे हुए हैं, जो उसमें छिपे हुए हैं, वो लोग उठा लिए जाएंगे। അവനുമായുള്ള ബന്ധത്തിൽ നിർമ്മലതയിലായിരിക്കുന്നവർക്ക് എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. और तीसरा, जो उसके संबंध में पूरे निर्मलता के साथ, सीधाई के साथ चलते हैं, वो लोग उठा लिए जाएंगे। വേറൊരു കാര്യം, 3-4 കാര്യങ്ങളുണ്ട്. ഒരുങ്ങിയിരിക്കുന്നവർക്കേ അവന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. और दूसरा एक बात है, जो पूरी तैयारी के साथ बैठे हैं, वो ही उठा लिए जाएंगे। അത് നമുക്ക് അടുത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. आने वाले दिनों में हम उसके बारे में और भी पढ़ेंगे। ഓക്കെ, അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കുക. നിങ്ങളുടെ മുമ്പിൽ വരുന്നതിനെ എല്ലാം പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ വളരെയധികം ഏകാഗ്രതയോടെ അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധയോടെ ആയിരിക്കണം എന്നുള്ളത് അനിവാര്യമാണ്. इसलिए हमें बहुत ही ध्यान के साथ, प्रार्थना के साथ आगे बढ़ने की जरूरत है। हमारे सामने शैतान अलग अलग किस्म की चतुराई और जाल के साथ हमारे सामने आ सकता है, तो हमें बहुत ही प्रार्थना के साथ, ध्यान के साथ उसकी चतुराइयों को समझकर, उसके जालों को समझकर आगे बढ़ने की प्रयास करें। അവന്റെ വരവ് ഇന്ന് ഒരുപക്ഷെ ഉണ്ടെങ്കിൽ നമുക്ക് അവന്റെ കൂടെ മധ്യാകാശത്തിൽ എടുക്കപ്പെടണം. अगर प्रभु यीशु मसीह का आगमन आज होता है, तो हमें उनके साथ उस महिमा में प्रवेश होना चाहिए। എന്നും ആ ഒരു അകത്താകൽ, ഇന്ന് വന്നാൽ എനിക്ക് എടുക്കപ്പെടണം, യാതൊരു തെറ്റുകളും വരാതെ നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്. अगर आज उनका आगमन होता है, तो आज ही उनके साथ हम भी उस महिमा में प्रवेश हो पाए, कोई भी एक गलत या कोई भी एक नष्ट हमारे में ना आने पाए। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. इस वचनों के साथ प्रभु हमें आशीष कर। पूजा से